അമേരിക്കയിലെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമായ കൊളംബിയ സർവകലാശാലയിൽ കടുത്ത നടപടിക്കൊരുങ്ങിയിട്ടും പിന്മാറാതെ വിദ്യാർത്ഥികൾ. പ്രതിഷേധത്തിന്റെ ഭാഗമായി സർവകലാശാല വളപ്പിലൊരുക്കിയ ടെന്റുകൾ പൊളിച്ചു നീക്കാൻ അധികൃതർ സമയപരിധി കൊടുത്തിട്ടും വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല. പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർവകലാശാല അധികൃതർ എല്ലാ വഴികളും നോക്കുന്നുണ്ട്. മാത്രമല്ല, പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സർവകലാശാല സസ്പെൻഡ് ചെയ്തു തുടങ്ങി. തിങ്കളാഴ്ച മുതലാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നതിന് യൂണിവേഴ്സിറ്റി തുടക്കമിട്ടത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ ടെന്റുകൾ നീക്കാൻ വിദ്യാർത്ഥികൾ വിസമ്മതിച്ചതോടെയാണ് നടപടി തുടങ്ങിയത്. വിദ്യാർത്ഥി സംഘടനകളും അക്കാദമിക് നേതാക്കളും തമ്മിൽ ദിവസങ്ങളോളം നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടുവെന്ന് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് നെമത്ത് മിനോഷ് ഷാഫിഖ് പറഞ്ഞു. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കൊളംബിയയിൽ ഏപ്രിൽ 18-ന് 100 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഗസ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് വിദ്യാർത്ഥികൾ സർവകലാശാല ക്യാമ്പസിൽ ടെന്റുകൾ നിർമ്മിച്ചത്. ഗസക്കാർ ടെന്റുകളിലാണ് കഴിയുന്നതെന്നും ആ ദുരിതം വിവരിക്കുകയാണ് തങ്ങൾ ചെയ്തതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇതിനിടെയാണ് ടെന്റുകൾ പൊളിച്ചു നീക്കാൻ അധികൃതർ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുകയും ഇതിന് സമയപരിധി നിശ്ചയിച്ചതും. അല്ലെങ്കിൽ കടുത്ത അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകി. എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും പ്രക്ഷോഭവുമായി മുന്നോട്ടു പോവുകയാണ് വിദ്യാർത്ഥികൾ. 34,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണികൾക്കൊന്നും അർത്ഥമില്ലെന്നൊരു വിദ്യാർത്ഥി പ്രതികരിച്ചു. പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ കൊടുത്ത സമയപരിധി കഴിഞ്ഞതിന് ശേഷമായിരുന്നു വിദ്യാർത്ഥിയുടെ പ്രതികരണം. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നതുവരെ പിന്നോട്ടില്ലെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വിദ്യാർത്ഥി പറഞ്ഞു. ക്യാമ്പസിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പ്രവേശിക്കുകയാണെന്ന് കൊളംബിയ കമ്മ്യൂണിക്കേഷൻസ് വൈസ് പ്രസിഡന്റ് ബെൻ ചാങ് വ്യക്തമാക്കി. സസ്പെൻഷൻ, അക്കാദമിക് ഇടങ്ങളിൽ അയോഗ്യത എന്നിവയൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് മേൽ സർവകലാശാല സ്വീകരിക്കുന്ന അച്ചടക്ക നടപടികൾ. അതേസമയം അമേരിക്കയിലെ മറ്റ് സർവകലാശാലകളിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം അടങ്ങാതെ മുന്നോട്ടു പോവുകയാണ്. ഓസ്റ്റിനിലെ ടെക്സാസ് സർവകലാശാലയിൽ തിങ്കളാഴ്ച പ്രതിഷേധക്കാരുമായി പോലീസ് ഏറ്റുമുട്ടുകയും വിദ്യാർത്ഥികൾക്ക് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ടെന്റുകളൊന്നും അനുവദിക്കില്ലെന്ന് ടെക്സസ് ഗവർണർ ഗ്രെഗ് ആബട്ട് വ്യക്തമാക്കി. നിയമങ്ങൾ ലംഘിക്കുന്ന പക്ഷം അറസ്റ്റുകൾ മുറപോലെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലുടനീളം നിരവധി പേരെ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധം ആരംഭിച്ച ദിവസങ്ങളിൽ തന്നെ അമേരിക്കയിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെതിരെ വിദ്യാർത്ഥികൾ സമരങ്ങളുമായി രംഗത്തിറങ്ങിയിരുന്നു. എന്നാൽ അതൊന്നും വേണ്ട രീതിയിൽ ആഗോള ശ്രദ്ധ നേടിയിരുന്നില്ല. ഫലസ്തീൻ അനുകൂല സമരത്തിന് നേതൃത്വം നൽകിയെന്ന കാരണത്താൽ ന്യൂയോർക്ക് പോലീസ് അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തതോടെയാണ് കാര്യങ്ങൾ കലങ്ങിമറിയുന്നത്. ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ നിന്ന് ഇതുവരെ 900 വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആക്ടിവിസ്റ്റുകളെയും US പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നാണ് വിവരം. കൊളംബിയ സർവകലാശാലയിലെ ഫലസ്തീൻ അനുകൂല പ്രതിഷേധ ക്യാമ്പ് ന്യൂയോർക്ക് പോലീസ് ബലമായി നീക്കം ചെയ്ത ഏപ്രിൽ 18 മുതൽ അറസ്റ്റിലായവരുടെ എണ്ണമാണിതെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത്തരം അറസ്റ്റുകളൊന്നും വിദ്യാർത്ഥികളെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, സമരമുഖത്ത് സജീവമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. കേവലം പ്രതിഷേധങ്ങളല്ല, ഒട്ടേറെ ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഗസയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന നരഹത്യ അവസാനിപ്പിക്കണമെന്നും ഇസ്രായേലുമായി സൈനിക ഇടപാടുള്ള കമ്പനികളുമായുള്ള അക്കാദമിക ബന്ധം ഉപേക്ഷിക്കണമെന്നും യുദ്ധത്തിന് അമേരിക്ക നൽകുന്ന എല്ലാവിധ പിന്തുണകളും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് US-ലെ 100 കണക്കിന് ക്യാമ്പസുകളിൽ പ്രക്ഷോഭം തുടരുന്നത്. ഈ നയനിലപാടുകളിൽ നിന്ന് പിന്മാറുന്നതുവരെ സമരമുഖത്ത് സജീവമാകുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്.